ഭഗവാനെ രക്ഷിക്കണേ. ഈ ഇന്റർവ്യൂ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണേ. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ നീ എന്നത് വേറൊരു തുണിയില്ല ഭഗവാനെ. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ എന്നെ സഹായിക്കണേ. ഇങ്ങനെ ടെൻഷൻ അടിക്കാതോ. നോക്കിക്കോ, ഇന്നത്തെ ഇന്റർവ്യൂ ആള് കലക്കും, ഉറപ്പാ. സമയം എടുത്തപ്പോഴേ ഉള്ളിലൊരു പേടി. അതാ. എന്നാലും എന്തൊക്കെയായിരിക്കും ഇന്റർവ്യൂവിന് ചോദിക്കുക? ഇതുകൊള്ളാം. ആർക്കിടെക്ട് എന്നെ സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂല് എന്തൊക്കെ ചോദിക്കുന്ന എനിക്കറിയാമെങ്കിൽ ഞാനിപ്പോ ആരായനെ. അത് ശരിയാണല്ലോ. ടെൻഷൻ കൊണ്ട് ആരോട് എന്താ ചോദിക്കേണ്ടെന്ന് പോലും അറിയുന്നില്ല. ആക്ച്വലി ഇമാതിരി ഇന്റർവ്യൂക്ക് എന്താണെന്ന് പോലും എനിക്ക് പിടിയില്ല. നമ്മുടെ കേസാണെങ്കിൽ 2-3 ചോദ്യങ്ങള്. എത്ര കാലമായിട്ട് വണ്ടി ഓടിക്കുന്നു, ആക്സിഡന്റ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ, കഴിഞ്ഞു. ഈ ചില വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാൻ പറയും കേട്ടോ. ചിലർ അതും ചെയ്യില്ല. ഓടിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തോളാം പറയും. ദാറ്റ്സ് ഓൾ. ഇയാളുടെ കാര്യത്തിൽ ഇപ്പോ കാര്യമായിട്ട് എന്താ ചോദിക്കേണ്ടവാ? ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവല്ലേ, പേര് ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പിന്നെ ഈ സബ്ജക്ട് നോളജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് 1-2 ചോദ്യങ്ങളും ചോദിക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയും. അത്രേ ഉള്ളൂന്നേ. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനത് സംഘടിപ്പിച്ച് തന്നല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഈ നിധി, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്തെന്ന ഉപകാരങ്ങൾ ഓർത്ത് വെറുതെ ഒരു താങ്ക്സ് പറയുന്നത് എനിക്ക് സന്തോഷിക്കാനും നിധിക്കൊന്ന് റിലാക്സ്ഡ് ആവാനും സഹായിക്കും കേട്ടോ. പറഞ്ഞോളൂ. പറഞ്ഞോളൂന്നേ. മതി, ഒന്നും വേണ്ടായിരിക്കും. അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ച് ചാവാറായിട്ടിരിക്കുക. എടോ, താനിങ്ങനെ വെപ്രാളം കാണിക്കലോ. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടെന്ന് വെക്കണം. നമ്മൾ അടുത്ത ജോലി പിടിക്കുന്നേ. ആദ്യത്തെ ഇന്റർവ്യൂ ഇതിൽ ഫെയിൽ ആവാൻ പാടില്ല. ഈ ജോലി തന്നെ എനിക്ക് കിട്ടണം. എന്നാ പിന്നെ ആ വിശ്വാസത്തിൽ ധൈര്യമായിട്ടൊക്കെ കയറി ചെല്ലണം മാഡം. താനൊന്ന് പേടിക്കാതിരിക്കണോ. ദേ, ഇങ്ങനെയുള്ള മുഖം വെച്ച് പോയി കഴിഞ്ഞാലേ ജോലി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അയ്യോ, ചിരിച്ച് നല്ല കോൺഫിഡന്റ് ആയിട്ട് ധൈര്യമായിട്ടങ്ങ് കയറി ചെല്ലണോന്ന്. അതായത് ഈ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുമ്പോ നാളെ ആ പൊസിഷനിൽ ഇരുന്ന് ഫ്രഷേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുന്ന ആളായിരിക്കും ഞാൻ എന്ന ധൈര്യം വേണം. മനസ്സിലായ? നിധി, ഒന്ന് ചിരിച്ചേ. നോക്കട്ടെ, ഒന്ന് ചിരിക്കേ. അയ്യോ, ഇങ്ങനെയല്ല, പല്ല് കാട്ടി നല്ല ഭംഗിയായിട്ടൊന്ന് ചിരിച്ചേ. ശരി. ഒന്ന് മോട്ടിവേഷൻ തരാന്ന് വിചാരിച്ചപ്പോ എന്നെ കളിയാക്കണല്ലേ. ഒന്ന് മതിയാക്ക്. ഇതിനേക്കാളും ഭേദം ടെൻഷനോടെ ഇരിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ ടെൻഷൻ മാറിയാ ഞാൻ ഓക്കെ ആയിക്കോളും. തന്റെ മുഖം ഒന്ന് കാണിച്ചേ. ഇപ്പൊ ടെൻഷൻ പോയിട്ടെ എന്നോട് കാണിക്കാറുള്ള ആ സ്ഥായിയായ ഭാവം ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. ഇനി ഓക്കെ ആയിക്കോളും. ഹലോ സുധീഷ്, ഞാനാടാ. പറ തോമസ് ചേട്ടാ. നീ എന്താ വരാത്തെ? ചേട്ടാ, ഒരു 10 മിനിറ്റ് ഞാൻ എത്തിയ ഉടനെ വിളിക്കാം. എത്തി തോമസ് ചേട്ടാ. ശരി. തിരക്കാണെങ്കിൽ സുധീഷ് പോയിക്കോളൂ. ഞാനൊരു ക്യാബ് വിളിച്ചു പോയിക്കോളാം. എന്നെ ഇവിടെ വിട്ടാ മതി. അറിയാം മാഡം, വളരെ ഇൻഡിപെൻഡന്റ് ആണെന്നും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പ്രാപ്തിയൊക്കെയാണ് മാഡം എന്നൊക്കെ എനിക്കറിയാം. എന്നാലും സാരമില്ല, ഞാനേ ഡ്രോപ്പ് ചെയ്തിട്ട് പൊക്കോളാം. പിന്നെ ഒരു 10 മിനിറ്റ് കാണിക്കുന്നത്, അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കേ. അതുകൊണ്ടല്ല, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൾസ് വരുമ്പോ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് ശരി. അല്ലാതെ കിട്ടിയ ചാൻസ് എന്നെ ഒഴിവാക്കാൻ നോക്കിയതൊന്നും അല്ലല്ലേ. ഇതാണ് കമ്പനി. അതെ. കൊള്ളാലോ. ഇയാളെന്നാ പോയിക്കോ. ഞാനേ ഇന്റർവ്യൂ കഴിഞ്ഞ വല്ല ക്യാബും പിടിച്ചു പൊക്കോളാം. ഇവിടുന്ന് തനിയെ? എനിക്കറിയാം, ഞാൻ പൊയ്ക്കോളാം. ശരി. ഇയാളെ ആദ്യം പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ശരി, കാണാം. അതെ, നല്ല കോൺഫിഡന്റ് ആയിട്ട് പെർഫോം ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. നിന്റെ മകന്റെ പഠിത്തമൊക്കെ ഇപ്പൊ എങ്ങനെ പോകും? കഴിഞ്ഞ ദിവസം കുറച്ച് പ്രശ്നമായിരുന്നു പറഞ്ഞിരുന്നല്ലോ. ഇല്ലേട്ടാ, ഇപ്പൊ അവന് PNG ശിക്ഷ സഹായം കിട്ടുന്നുണ്ട്. PNG ശിക്ഷ? അതെന്താ? എന്റെ മകനെ പോലെ പല കുട്ടികളും ഉണ്ട് ചേട്ടാ. ശരിയായ ഗൈഡൻസും സഹായവും കിട്ടാത്തവര്. അതുകൊണ്ടാ അവര് പഠനത്തിൽ പിന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി 8ാം ക്ലാസ്സിലായിരിക്കും, പക്ഷെ അവന്റെ അറിവ് 5ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ ആയിരിക്കും. അതോടെ അവന്റെ ആത്മവിശ്വാസം തകരും. ചിലപ്പോ സ്കൂളിൽ പോകുന്നത് തന്നെ നിർത്തും. എന്റെ മകനും അങ്ങനെ ആയിരുന്നു ചേട്ടാ. മറ്റു കുട്ടികള് അവൻ പഠിക്കാൻ മോശമാണെന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് പറഞ്ഞ് അവൻ സ്കൂളിൽ പോകാൻ തന്നെ മടിച്ചിരുന്നതാ. അത് വലിയ പ്രശ്നമാണല്ലോ. അതെ ചേട്ടാ, PNG ശിക്ഷ 20 വർഷത്തിലേറെയായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലാകെ 1 കോടിയിലധികം കുട്ടികളെ അവർ സഹായിച്ചിട്ടുണ്ട്. പുതിയ പഠന രീതികളും AI ഉപയോഗിച്ച് കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരവും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങളും നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ചേട്ടാ എന്റെ മകൻ നന്നായിട്ട് പഠിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണല്ലോ. നമ്മുടെ ഒന്നും കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ ഭാഗ്യം ചെയ്തവർ തന്നെയാ. അതേട്ടാ. അല്ല, ഈ PNG എന്ന് പറയുമ്പോഴേ ആ കമ്പനിയല്ലേ ഈ ഏരിയയിലും വിസ്പറും പാമ്പേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത്? അതെ അതേട്ടാ. ഏതായാലും നിന്റെ മോന്റെ കാര്യം ശരിയായല്ലോ. അത് മതി, പണി നടക്കട്ടെ. ശരി. സമയം കുറെ ആയല്ലോ. കഴിഞ്ഞില്ലേ? ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലേ? അപ്പൊ സുധീഷ് പോയില്ലേ? ഇല്ല, ഇയാളെ കഴിഞ്ഞിട്ട് വരട്ടേന്ന് കരുതി. എന്തിനാ സുധീഷ്, കോള് വരെ വന്നല്ലേ? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. നന്നായി. ഒരു റൗണ്ട് കഴിഞ്ഞു, ഇനി ഒരു റൗണ്ട് കൂടി ഉണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞങ്ങൾ 3-4 പേരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെയാ പറഞ്ഞത് ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് പാസ്സായി, സെക്കൻഡ് റൗണ്ട് വിളിക്കാന്ന്. അപ്പൊ ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണല്ലോ. ശരിക്കും സൂപ്പർ. കൺഗ്രാറ്റ്സ്. എന്താ? താങ്ക്സ്. ഈ ജോലി ഉറപ്പായിട്ട് നിധി കേട്ടു. ഉറപ്പായിട്ടില്ല, ഒരു റൗണ്ട് കൂടി ഉണ്ടല്ലോ. പക്ഷെ കിട്ടുന്ന എന്റെ വിശ്വാസം. നന്നായി. എല്ലാം ഇയാളുടെയും നമ്മുടെയും ഭാഗ്യം. നമ്മുടെ ഭാഗ്യം? അത് നമ്മൾ ഒരുമിച്ചാണല്ലോ വന്നത്. അപ്പൊ എനിക്കും കൂടി ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ ഇയാൾക്കും ഒരു ഗുണം കിട്ടും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. വേഗം കയറി, നമുക്ക് പോവാം.
വെറുതെ ഞാൻ കുറെ സമയം കളഞ്ഞ് ഇവിടെ വന്നിരുന്ന് നാണം കെട്ടതിനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. നമ്മളെ മതിക്കാത്തവർക്ക് വേണ്ടി നമ്മൾ ഇതിന് ജീവിതം കളയണം. എടാ ചന്തു പ്രേമവലയിൽ കുടുങ്ങി അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അതാണ് കാര്യം. ഇത് കാലിന്റെ ചോട്ടിലാണോ കൊണ്ടുവയ്ക്കണേ? ഇത് എടുത്തോണ്ട് വെച്ച ആശം തന്നെയല്ല. എന്നാലും കണ്ട ഒന്ന് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലേ? ഇനി ഇതൊക്കെ വാരി കൂട്ടിയിട്ട് എങ്ങോട്ടാ? അപ്പൊ എടുത്ത് വെക്കണ്ടേ? എടാ എനിക്ക് പണിയാ നിന്റെ അമ്മായിപ്പനെ കൊണ്ടുവരും. ഇതിപ്പോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഡാ ചന്തു, ആ 10-12 സ്പാനർ എവിടാ? അയ്യോ 10-12 ഞാൻ ഇവിടെ ഇനി ദാ കണ്ണു തുറന്ന് നോക്ക്. ഹരീഷേട്ടാ ഇന്നലെ കൊടുക്കാൻ പറഞ്ഞ വണ്ടിയല്ലേട്ടാ അത്. ഇന്ന് അയാൾ വന്ന് ഉറപ്പാലും ചീത്ത വിളിക്കുവേ. കൊടുക്കാം. അയാൾക്ക് അത് കിട്ടിയിട്ട് വേണം പണിക്ക് പോവാൻ. അത് മറന്ന പോലെ ഏട്ടാ. എടാ എനിക്കറിയാം. എന്നാ പിന്നെ വേഗം ചെയ്തൂടെ? ഞാൻ പണി അറിയാത്ത അസിസ്റ്റന്റ് ആയി പോയി. ഇല്ലെങ്കിൽ അകമ്പോളുന്ന അവസ്ഥയല്ലേ. ആശാനെ ഞാൻ പണിക്ക് നിർബന്ധിക്കില്ലായിരുന്നു. ചീത്ത കേൾക്കുമ്പോ ഞങ്ങളും കൂടെ കേൾക്കണം ഓർത്തിട്ടാ. നീ മിണ്ടായിരുന്ന ചന്തു, ആശാന്റെ മനസ്സിന്റെ പ്രന്യാസം എനിക്കറിയാം. പ്രിന്യാസോ? ആ പ്രേമത്തിന്റെ ടെൻഷൻ, അതാണ് ഈ പ്രന്യാസം. ഓ നീതുവിന് പെണ്ണ് കാണാൻ വരുന്നത് കേട്ടപ്പോ തുടങ്ങിയതല്ലേ ഈ ടെൻഷൻ? ഒന്ന് പോടാ, എനിക്ക് എന്തിനാ ടെൻഷൻ? ആർക്ക് കല്യാണമായാലും എനിക്കെന്താ? അപ്പൊ അവളെ വേറെ ആര് കെട്ടിയതിന്റെ ആശാൻ ഒരു പ്രശ്നമില്ല. എടാ എനിക്കെന്ത് പ്രശ്നം? പക്ഷെ ഒരു മര്യാദയൊക്കെ വേണ്ടേ? പ്രായമായ പെൺകുട്ടികൾക്ക് വീട്ടുകാർ കല്യാണം ആലോചിക്കുന്നതിൽ എന്ത് മര്യാദ ഉണ്ടായിരുന്നടാ? അല്ല ഹരീഷേട്ടാ സോറി. മര്യാദയുടെ വീട്ടുകാരെ ആലോചിച്ചാലല്ലടാ ചന്തു. അവൾ ഇവിടെ വന്ന ആ കല്യാണ ആലോചനയുടെ കാര്യം പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. ആണോ? അല്ല അത് പിന്നെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഇവിടെ കയറി ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന കല്യാണം എന്ന് പറയുമ്പോ ഒരു മര്യാദയൊക്കെ വേണ്ടേ? പ്രേമിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി മൂത്ത ചേട്ടനെ കെട്ടോന്ന് ചോദിക്കുന്നത് ഭയങ്കര മര്യാദയാണല്ലോ. പിന്നെ അതെ, അങ്ങനെ ഒരു ചോദ്യം കേട്ടാ ആരായാലും വേറെ കെട്ടാൻ തീരുമാനിക്കൂലേ? എടാ അവളൊരു നല്ല പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഞാൻ ചേട്ടന് വേണ്ടി ആലോചിച്ചത്. ബെസ്റ്റ്. അത് അവൾക്ക് വിഷമായി എന്ന് പറഞ്ഞപ്പോ ഞാൻ സോറി പറഞ്ഞതല്ലേ? അങ്ങനെ ചോദിക്കുന്ന ഒരാളെ തേടി ഇനിയും വരണ്ടെന്ന് അവൾ തീരുമാനിച്ചു കാണും. ആ. അപ്പൊ അത് മനസ്സിലാക്കി നമ്മളെ എഞ്ചിൻ പണിയായിട്ട് മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. അതെ, അല്ലെങ്കിൽ അവളോട് ഹരീഷേട്ടന് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടോ? എപ്പോ വന്നാലും അവളെ ഇവിടെ ചീത്ത പറഞ്ഞു ഓടിച്ചിട്ടേ ഉള്ളൂ. മടുത്തപ്പോ അതൊരു തീരുമാനം എടുത്ത് കാണും. ദാണ്ട കല്യാണ പെണ്ണ് വരുന്നുണ്ട്. എടാ ചന്തു ഒന്ന് ചെല്ലടാ. ഞാനെന്ത് പോയി ചോദിക്കേ? അവളുടെ കല്യാണത്തിന്റെ കാര്യം എന്തായിരുന്നു ചോദിക്കേ? ഞാൻ എന്തിനു ഇതൊക്കെ ചോദിക്കണം? കാര്യങ്ങൾ അറിയണ്ടേ? എന്തിനി? ഞാൻ പോയി ചോദിക്കാം. എല്ലാം മനസ്സിലാക്കി വന്നാലേ അവളുടെ കല്യാണം കഴിയുന്നത് വരെ കടയടച്ച് ദുഃഖാചരണം നടത്താലോ. എന്താ ഒന്ന് മൈൻഡ് ചെയ്യാതെ? ഞാൻ എന്തിനു നിന്നെ മൈൻഡ് ചെയ്യണം? ഓ എന്നെ അല്ല, ആശാന്. നീതുവിന്റെ കല്യാണ വാർത്ത അറിഞ്ഞത് മുതൽ ഹരീഷയുടെ സ്പാർക്ക് ഇല്ലാത്ത പ്ലഗ് പോലെ വെറുതെ ഇരിക്കുകയാണ്. ശരിക്കും പെണ്ണുകാണ് ആള് വരുന്നുണ്ടോ? ചോദിക്കാൻ പറഞ്ഞു വിട്ടാണോ? പാവം ടെൻഷൻ ആയതുകൊണ്ടാവും. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ശരിക്കും വരുന്നില്ലല്ലേ? ഞാൻ അവന്റെ ചുറ്റും ഓർബിറ്റ് ചെയ്യുമ്പോ അവൻ എന്നെ അവന്റെ ചേട്ടന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നു. വട്ട് പിടിക്കില്ലേ ബ്രോ? ഉറപ്പായിട്ടും വട്ടാവും. പക്ഷെ ഇപ്പൊ ആശാൻ അതിലും വട്ടായിരിക്കുക. എന്ന് വെച്ചാ രാവിലെ മുതൽ ഒരു പണി നടന്നിട്ടില്ല. ടെൻഷൻ, ചീത്തവിളി, ആലോചന, ഇക്കണക്കിന് പോയ ആള് കയ്യിൽ നിന്ന് പോകും. അപ്പൊ ടെൻഷനായി ഉറപ്പാണല്ലേ? 100%. ഹും. കാർബേറ്ററിൽ കരട് കുടുങ്ങി സപ്ലൈ എന്ന് പോയ വണ്ടിയാണ് ഇപ്പൊ ആശാൻ. അപ്പൊ സങ്കടം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങിയില്ലേ? യെസ്, ഇനിയെങ്കിലും നീതു നുണ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട, കുറച്ചുകൂടി അനുഭവിക്കട്ടെ. വേണമെങ്കിൽ എന്നെ കല്യാണം കഴിക്കാമോ നാളെ പറ്റി 1-2 ഡയലോഗുകൾ കൂടി ഉണ്ടാക്കി പറഞ്ഞോളൂ. എന്നാലും സാരില്ല. ഏറ്റ് നമുക്ക് പൊളിക്കാം സിസ്. അപ്പൊ വരട്ടെ. ദേ, ഞാൻ വെറുതെ പറഞ്ഞൊന്ന് പറയരുതേട്ടോ. ഐ വിൽ മാനേജ്. ബൈ. എന്തായി? അത് വിട്ടേക്ക് ആശാൻ. ഒരുപാട് കാലം കയ്യിലിരുന്നിട്ടും ഒന്ന് സ്റ്റാർട്ട് പോലും ചെയ്യാത്ത വണ്ടിയും കൊണ്ട് ലോങ് ട്രിപ്പ് പോവാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് നടക്കില്ല ഹരീഷേട്ടാ. ചെറുക്കൻ ക്യാപ്റ്റൻ തന്നെ. അവളിനി കടലിലെ ഓളപ്പരപ്പിലൂടെ തെന്നി തെറിച്ചൊക്കെ പോട്ടെ. ഹരീഷേട്ട ഇവിടെ ഗ്രീസ് ഓയിലൊക്കെ വരട്ടി ഇവിടെ ഇരുന്നു. എന്നാലേ അവൾ ആ കപ്പലിൽ കയറുന്നില്ലത്രേ. അപ്പോഴോ ഒക്കെ പുളുവായിരുന്നു ആശാനെ. നിങ്ങളെ ചൂടാക്കാൻ വേണ്ടി നീതു എല്ലാം വെറുതെ പറഞ്ഞതാ. എന്നോട് പറയരുതെന്നാ പറഞ്ഞത്. പക്ഷെ ആശാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സെബുവിന്റെ വണ്ടിയുടെ പണി നടക്കത്തില്ല. രേഖമ്പോ ഞങ്ങളും കൂടെ കേൾക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ തുടങ്ങി. എന്താണോ മിണ്ടാതിരിക്കുന്നത്? ഏയ് ചുമ്മാ ഓരോന്ന് ആലോചിക്കായിരുന്നു. എന്താണ് ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? വെറുതെ ഓരോന്നു. ജോലി, നെക്സ്റ്റ് ഇനി എന്താ പരിപാടി, അങ്ങനെ ഓരോന്നു. ഓ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിന് ഹോപ്പ് ഉണ്ടല്ലേ? എന്നാൽ കഴിയും പോലെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. നോക്കാം. ഏയ് പേടിയൊന്നും വേണ്ട, ഉറപ്പായിട്ട് എന്തെങ്കിലും കിട്ടിയിരിക്കും. എന്നാ എന്റെ വിശ്വാസം. പക്ഷെ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ. വേറെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. ഇന്റർവ്യൂ വിളിച്ചാ പോയി നോക്കണം. ഒരു സ്ഥലം തന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അത് കറക്റ്റാ. നമ്മുടെ മുമ്പിൽ ഓപ്ഷൻസ് കൂടുതലുണ്ടെങ്കിലേ നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. നല്ലതാ. നിധിക്ക് ഈ പാട്ട് ഇഷ്ടമാണോ? എന്താ ഇഷ്ടപ്പെടാതിരിക്കാൻ? നല്ല പാട്ടല്ലേ? എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ടിന്റെ കാര്യത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എന്താ? ചില പാട്ടുകള് ചിലർക്ക് ഇഷ്ടാവും, ചിലർക്ക് അത് ഇഷ്ടാവില്ല. പക്ഷെ പ്രണയഗാനങ്ങളാണെങ്കിൽ മിക്കവാർക്കും എല്ലാവർക്കും അത് ഇഷ്ടാവും അല്ലേ? അതെ. അതായത് ഈ പ്രണയത്തെ പറ്റിയിട്ട് നിധിക്ക് എന്താണ് അഭിപ്രായം? എന്താ? അല്ല, ഈ പ്രേമത്തെ പറ്റി ഇയാൾ എന്താ വിചാരിക്കുന്നത്? ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ല. അതും തൊലിഞ്ഞ് ഇവൾ ഒരു സ്റ്റെപ്പ് എങ്കിലും ഇട്ടാലല്ലേ അങ്ങോട്ട് 4 സ്റ്റെപ്പ് ഇടാൻ പറ്റൂ. ഇങ്ങനെ ഗേറ്റ് അടച്ച് താഴത്ത് പൂട്ടി വെക്കണം മനസ്സ്. അവളെ ആര് വേണേലും കല്യാണം കഴിച്ചാൽ പോട്ടെ എന്ന് വിചാരിക്കണം. നമ്മുടെ ഭാഗത്ത് എത്ര ട്രൈ ചെയ്താണ്. കുറച്ചെങ്കിലും റിസ്ക് എടുത്ത് വരാൻ നമുക്ക് തോന്നിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് പോകുന്ന നല്ലത്. 2 ദിവസമായിട്ട് സുഭാഷേട്ടന്റെ പ്രകൃതി അത്ര ശരിയല്ല. നാളെ കല്യാണം കൂടി കഴിയുമ്പോ എങ്ങനെ ഓവർകം ചെയ്യുന്ന